என்னன்னு இன்னும் டைம் ஆலியா? கடவுளே, இந்த தடையும் பரிசு எனக்கு தான் கிடைக்கணும். போன வாட்டி உங்களுக்கு தான் கிடைச்சது, இந்த வாட்டி உங்களுக்கு தான் கிடைக்க போறது. நம்ம அண்ணன் கிட்ட மோதிரத்துக்கு இங்க யாருக்குடா தைரியம் இருக்கா? எனக்கு தைரியம் இருக்குடா. ஆமாடா, நான் வில்லாதி வில்ல. முதல்ல விஷயத்தை சொல்லு, எதுக்கு பரிசு எல்லாம் கொடுக்கறாங்க? அண்ணே, கொஞ்சம் விவரமா சொல்லி கொடுங்க. தெரி வரையணும் பாக்குறேன்டா. ஆல்பி, ஆல்பி. ரெண்டு பழம் ஒரு പണാ കൊടുமா. ആൽബി, ഇനി വന്ന് പറയണേ. 1101 രൂപ കിട്ടാനുള്ള വകുപ്പുണ്ട്. ഇങ്ങനെ നീ പറഞ്ഞിട്ടുള്ള വകുപ്പൊക്കെ അവസാനം അടി കിട്ടുന്ന വകുപ്പായിട്ടാ കലാശം. അതെ, ഈ അടി കിട്ടുന്നതും കൊടുക്കുന്നതൊക്കെ നമ്മളെ പോലുള്ള സാഹസികന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ട് കാര്യം പറ. ആ തിയേറ്ററിൽ നിന്ന് ആദ്യത്തെ ഷോയ്ക്ക് ടിക്കറ്റ് എടുത്ത് ആദ്യം അകത്ത് കയറുന്ന ആൾക്ക് 1001 രൂപ സമ്മാനം. സമ്മാനം തരുന്നത് പടത്തിന്റെ നായിക നഗ്ന. നഗ്ന നഗ്ന നഗ്നയല്ല മോനെ, നഗ്മ നഗ്മ അതുകൊണ്ടിരിക്കുന്നു. ആരായാലും എന്താ, നമുക്ക് കാശ് കിട്ടിയാ പോരെ. നിനക്ക് വാങ്ങിച്ചൂടെ? പരിഹാസം അടിക്കരുത്. പതിവായിട്ട് ആദ്യത്തെ ഷോയ്ക്ക് ആദ്യമായിട്ട് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്ന ലോക്കൽ ഗുണ്ടെടുത്ത് വെല്ലുവിളിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ മാനം കെടുത്തരുത്. ശരി വാ. താങ്ക് യു അണ്ണേ. ഒരു 1000 റുപ്പീസിക്ക് ചേഞ്ച് എടുത്ത് വെച്ചിരുങ്ക. കർത്താവേ, സമ്മാനം തരുന്നത് നഗ്മയല്ലെന്ന് അറിയുമ്പോഴാ. നീ ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്നാൽ ശരിയാവത്തില്ല. പിന്നെന്താ? അവിടെ ടിക്കറ്റോട് തുടങ്ങാറായി. ഇവിടെ ആദ്യമായിട്ട് ടിക്കറ്റ് എടുക്കുന്നതിലല്ലോ, ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനകത്ത് കയറുന്നതിനല്ലേ സമ്മാനം. അതെ, രണ്ടുമായിട്ട് എന്താ വ്യത്യാസം? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നീ ചുമ്മാ മതി. ചിലപ്പോ നഗ്മ എത്തൂലെന്ന്, അല്ല എത്താൻ ലേറ്റ് ആവുമെന്ന് അവിടെ ഒരു സംസാരമുണ്ട്. നഗ്മയെങ്ങാനും എത്തിയില്ലെങ്കിൽ പൊന്നു മോനെ നിന്റെ ഞാൻ അടിയുറപ്പാ.